എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയിലെ പോരായ്മകൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്ന് ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് പറഞ്ഞു. നെല്ലിമറ്റം എംബിറ്റ്സ് കോളേജിൽ വിവിധ ബാച്ചുകളുടെ കോഴ്സ് കംപ്ലീഷൻ സെറിമണി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ലിമറ്റം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക്, എംടെക്, MCA ബാച്ചുകളുടെ കോഴ്സ് കംപ്ലീഷൻ സെറിമണിയാണ് വിഗാമ 25 എന്ന പേരിൽ സംഘടിപ്പിച്ചത്. ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. സ്വാശ്രയ മേഖലയിൽ കോളേജുകൾ വന്ന ശേഷം എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയുടെ മികവ് നഷ്ടപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളുടെ സ്കിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. സർക്കാർ മേഖലയിൽ നിന്ന് അതിനെ കുറച്ച് മാറ്റി ചിന്തിച്ച് സ്വകാര്യ മേഖലയിലും കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു നിയമം ഇവിടെ പാസാക്കിയപ്പോൾ ഇവിടെ അതിൻ്റെ പിന്നിൽ അതിൻ്റെ പുറകിലായിട്ട് ഒരു വെടിവയ്പ് നടന്നു. ആ വെടിവയ്പിൽ ഏതാനും ആളുകൾ മരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വിപ്ലവം നടന്നതിന് ശേഷം സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നറിയില്ല. നമുക്ക് ഇന്ന് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ ബിരുദധാരികൾക്ക് എന്തോ ഒന്ന് കുറവുണ്ടെന്ന് ഇന്നത്തെ വ്യവസായ മേഖല, ഇന്നത്തെ തൊഴിൽ മേഖല നമ്മളോട് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇംഗ്ലീഷിലെ പേരാണ് സ്കിൽ എന്നത്. മലയാളത്തിൽ അതിന് നൈപുണ്യം എന്ന് പറയും. എന്തുകൊണ്ടാണ് നമ്മുടെ നൈപുണ്യം, ഈ സ്കില്ല് നമുക്ക് എവിടെ വെച്ച് നഷ്ടപ്പെട്ടു? ആ ഒരു നൈപുണ്യം, സ്കിൽ തിരിച്ചെടുക്കുവാനുള്ള നടപടികളുമായിട്ടാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുന്നത്. മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് തച്ചേത്തുകുടി അധ്യക്ഷത വഹിച്ചു. മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപ്പോലീത്ത, കോളേജ് സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരിൽ, ബിനു കെ വർഗീസ്, ഡോക്ടർ ഷാജൻ കുര്യാക്കോസ്, സലിം ചെറിയാൻ, ബാബു കൈപ്പിള്ളിൽ, ഡോക്ടർ അരുൺ എൽദോ ഏലിയാസ്, ഫിസ ഫാത്തിമ എന്നിവർ പ്രസംഗിച്ചു. കോളേജിലെ മികച്ച വിദ്യാർത്ഥിയായി ഫിസ ഫാത്തിമ തിരഞ്ഞെടുക്കപ്പെട്ടു. മിഷാൽ ഫാത്തിമ, ഭീമ അഷ്റഫ്, കീർത്തി ജയൻ, VS ശ്രീലക്ഷ്മി, അരുൺ ബഹനാൻ, NK മുഹമ്മദ് ഷാ, ജിനു ജേക്കബ്, അതുൽ പി മാണിക്യം, ആകാശ് പി ഗണേഷ് എന്നിവർക്ക് എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു. കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികളെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലേക്ക് ഉൾപ്പെടുത്തുന്ന ചടങ്ങും ഇതോടൊപ്പം നടന്നു. പ്രൊഫസർ ജോണി ജോസഫ് സ്വാഗതവും പ്രൊഫസർ ഷെറിൻ തോമസ് കൃതജ്ഞതയും പറഞ്ഞു. GTV ന്യൂസ് കോതമംഗലം.